റാഫി, ഏതെങ്കിലും തരത്തിൽ പിഴവ് കണ്ടെത്തിയാൽ മാത്രം നമുക്ക് നടപടിയെടുക്കാമെന്നുള്ള ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ചട്ടങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ഒരു വിശദമായ ഉത്തരമായി ആരോഗ്യമന്ത്രി നൽകിയത്. ഇതിൽ ഇനി സർക്കാർ അടുത്ത നടപടിയായി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നിർബാധം തുടരുമോ അതോ ഇതിൽ സർക്കാർ നടപടി എടുക്കുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ റാഫി? സംഗീത, ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കേസ് ഓട്ടോ തന്നെ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ്. എന്നാൽ കേസ് ഓട്ടോ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്ന ഓഡിറ്റിൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ക്രമക്കേടുകൾ എന്താണ് എന്നുള്ളത് കേസ് ഓട്ടോ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് അവയവദാതാക്കളുടെ തുടർ ചികിത്സ. തങ്ങളുടെ ശരീരത്തിലെ ഒരു അവയവം മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ മാറ്റി നൽകുമ്പോൾ ആ അവയവദാതാവിന് തുടർ ചികിത്സ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം നൽകിയ വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആശുപത്രിയിൽ നിന്ന് അവയവദാനത്തിനു ശേഷം ഡിസ്ചാർജ് ആയതിന് പിന്നാലെ ഒരു അവയവദാതാവിനെയും ആശുപത്രി അധികൃതരോ ഏജന്റുമാരോ അല്ലെങ്കിൽ അവയവം ലഭിച്ച ആളുകളോ ഒരു തരത്തിലുമുള്ള പരിശോധനകൾക്കും ബന്ധപ്പെടുന്നില്ല എന്നുള്ളത്, ഒരു തരത്തിലുള്ള തുടർ ചികിത്സകളും ഈ അവയവം നൽകുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ കേസ് ഓട്ടോ നടത്തിയ ഓഡിറ്റിലും ഇത് വ്യക്തമായിരുന്നു. ഈ സംസ്ഥാനത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കേസ് ഓട്ടോയ്ക്ക് ലഭിച്ച ഓഡിറ്റ് വിവരങ്ങളിൽ തുടർ ചികിത്സ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് കേസ് ഓട്ടോ നടത്തിയ ഓഡിറ്റിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ആരോഗ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയപ്പോൾ ഉണ്ടായിരുന്നില്ല. കേസ് ഓട്ടോ നടത്തിയ ഓഡിറ്റിൽ പ്രത്യേകിച്ച് വീഴ്ചകളൊന്നും കണ്ടെത്താനായിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഇത്തരത്തിൽ കേസ് ഓട്ടോയ്ക്കും ഒപ്പം തന്നെ ഈ കേസ് ഓട്ടോ എന്ന നോഡൽ ഏജൻസിയുടെ ചുമതലയിലുള്ള ഈ കേസ് ഓട്ടോയുടെ നിയന്ത്രണ ചുമതലയുള്ള ആരോഗ്യമന്ത്രിക്കും രണ്ട് അഭിപ്രായമാണ് ഈ കാര്യത്തിലുള്ളത് എന്ന് വേണം നിലവിൽ ആരോഗ്യമന്ത്രിയുടെ സഭയിലെ മറുപടിയിൽ നിന്നും ഒപ്പം തന്നെ കേസ് ഓട്ടോ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ കേസ് ഓട്ടോ സൈറ്റിലെ അവ്യക്തത, കേസ് ഓട്ടോയുടെ കണക്കുകളിലെ വ്യക്തത കുറവുകൾ, ഒപ്പം തന്നെ ആശുപത്രികൾ വ്യക്തമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ള കേസ് ഓട്ടോ ഡയറക്ടറുടെ ശബ്ദം എന്നിവയടക്കം നമ്മൾ വ്യക്തമായി പുറത്തുവിട്ടിരുന്നു. കേസ് ഓട്ടോ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ഇത്തരത്തിൽ സൈറ്റിൽ അവ്യക്തതയുണ്ട് എന്നും ആശുപത്രികൾ അവയവദാനം സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്കുകൾ മാസാമാസം കേസ് ഓട്ടോയ്ക്ക് നൽകണമെന്ന ചട്ടം പാലിക്കപ്പെടുന്നില്ല എന്നും നമ്മൾ വ്യക്തമാക്കിയിട്ടും ആരോഗ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടിയിൽ ഇതൊന്നും തന്നെ പരാമർശിക്കുന്നില്ല. ഒരു തരത്തിലുമുള്ള വ്യത്യാസങ്ങളും കേസ് ഓട്ടോയുടെ വെബ്സൈറ്റിൽ ഇല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഓട്ടോ അന്വേഷണം നടത്തുമ്പോൾ, ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുമ്പോൾ സമഗ്രമായ പഴുതടച്ചുള്ള ഒരു അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ മറുപടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തികച്ചും നിരാശാജനകമായ കാര്യമാണ്. നമ്മൾ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. 100-ലധികം ഡേറ്റ നമ്മൾ പുറത്തുവിട്ടിരുന്നു. 100-ലധികം അവയവദാതാക്കളുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് അതിൻ്റെ സമഗ്രമായ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ലേക്ക് ഷോർ എന്ന ആശുപത്രിയുടെ സീലുകളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളും നമ്മളുടെ വാർത്തയിൽ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ വ്യക്തമായ വിവരങ്ങളോടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അവയവ മാഫിയയെ തുറന്നു കാട്ടിയിട്ടും ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് നിരാശയായി പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ ശക്തമായ നിയമ സംവിധാനങ്ങളിലൂടെ മാത്രം നടപടികൾ സ്വീകരിച്ചാലേ ഇത്തരത്തിലുള്ള അവയവ മാഫിയയെ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിയൂ. ഇത്തരത്തിൽ അവയവ മാഫിയ സജീവമായി പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാനത്തെ മൃതസഞ്ജീവനി അടക്കമുള്ള പദ്ധതികൾ, അവയവ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി, ഇതടക്കമുള്ള പദ്ധതികളുടെ പ്രവർത്തനം അത് നിലച്ചൊരവസ്ഥയുണ്ട്. ഈ അവയവ മാഫിയയ്ക്ക് വേണ്ടതും ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രവർത്തിക്കാതിരിക്കേണ്ടതാണ്. ഇത്തരം പദ്ധതികളെ അവയവ മാഫിയ കാര്യമായി ബാധിക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ അവയവ മാഫിയക്കെതിരെ ശക്തമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അവയവദാന കണക്കുകളിലെ അവ്യക്തത സംബന്ധിച്ച ന്യൂസ് മലയാളത്തിന്റെ വാർത്ത നിയമസഭയിൽ ചർച്ചയാകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പഴുതടച്ചുള്ള മുന്നോട്ട് പോക്ക് കാണാനാവുന്നില്ല. എന്നാലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിലുള്ള ജാഗ്രത പുലർത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക.